the title is From Chronos to Kairos. ആമേൻ. തലക്കെട്ടായി ഇപ്രകാരം പറയട്ടെ, ക്രോണോസിൽ നിന്ന് കൈറോസിലേക്ക്. These are the two words that you might not have heard in English. ആമേൻ. ഇത് ഇംഗ്ലീഷിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളായിരിക്കും. Chronos and Kairos are two Greek words. ആമേൻ. ഈ രണ്ട് പദം ക്രോണോസും കൈറോസും ഇത് ഗ്രീക്ക് പദങ്ങളാണ്. In English, both are known as time. ആമേൻ. ഇംഗ്ലീഷിൽ ഇതിനെ രണ്ടും ടൈം എന്ന് അർത്ഥം വരും. But it's two different things. പക്ഷേ ഇത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. In Greek, ഗ്രീക്കിൽ Chronos is something very different. ആമേൻ, ക്രോണോസ് വളരെ വ്യത്യസ്തമാണ്. It has something to do with time, measurable time. ആമേൻ. അളക്കാൻ പറ്റുന്ന സമയത്തിനെയാണ് ക്രോണോസ് എന്ന യവനായ ഭാഷയിൽ പറയുന്നത്. I will tell you this. ആമേൻ. ഇപ്രകാരം ഞാൻ പറയട്ടെ, God can tell us his purpose. ആമേൻ. ദൈവത്തിന് തന്റെ ഉദ്ദേശം നമ്മളോട് പറയുവാനിടയാകും. God can tell you a purpose. ആമേൻ. ദൈവത്തിന് നിങ്ങളോട് ഒരു ഉദ്ദേശം പങ്കിടുവാനിടയാകും. And that purpose you heard maybe at the age of 7, 8, 10, 15, 20, 25, 30, 45, 60, 75, 80. ആമേൻ. പല വ്യത്യസ്തമായ പ്രായങ്ങളിലായിരിക്കാം നിങ്ങൾ ദൈവത്തിന്റെ ഉദ്ദേശം കേട്ടിട്ടുള്ളത്. That is a promise of purpose. അത് ഒരു ഉദ്ദേശത്തിന്റെ വാഗ്ദത്തമാണ്. That is Chronos. അത് ക്രോണോസ് ആണ്. You can tell 1975 December 18 I heard the voice of the Lord. ആമേൻ. 1975 ഡിസംബർ 18 ഞാൻ ഒരു ദൈവത്തിന്റെ ശബ്ദം കേട്ടു. That is Chronos. അതിനെ ക്രോണോസ് എന്ന് പറയും. Measurable. അതിനെ അളക്കുവാൻ കഴിയും. Calendar. അതിനൊരു കലണ്ടർ ഉണ്ട്. So that is what it is. ആമേൻ. അതിനെയാണ് ക്രോണോസ് എന്ന് പറയുന്നത്. But then Kairos is different. പക്ഷേ കൈറോസ് എന്ന് പറയുന്ന പദം വ്യത്യസ്തമാണ്. And I want to take you towards that. ആമേൻ. അതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. You know, Ecclesiastes chapter 3 verse 1 says, സഭാപ്രസംഗിയുടെ പുസ്തകം 3:1 നാം വായിക്കുന്നു, to everything there is a season. ആമേൻ. ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു A കാലമുണ്ട്. time for every purpose under heaven. ആമേൻ. ആകാശത്തിന് കീഴിലുള്ള സകലത്തിനും ഒരു കാലവും സമയവുമുണ്ട്. So as in title you saw, ആമേൻ. തലക്കെട്ടിൽ നാം കണ്ടതുപോലെ when God's purpose meets God's timing, that is where the fulfillment happens. ആമേൻ. ദൈവത്തിന്റെ ഉദ്ദേശം ദൈവിക സമയത്തുമായിട്ട് യോജിക്കുമ്പോൾ അവിടാണ് ദൈവിക പദ്ധതി നടക്കുന്നത്. Come on, listen this carefully. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. God's timing or God's purpose ദൈവിക ഉദ്ദേശവും meets God's time. ദൈവിക സമയവുമായി അത് എത്തിച്ചേരും. That is where Kairos happens. അവിടാണ് കൈറോസ് സംഭവിക്കുന്നത്. So in Ecclesiastes it's written that to everything there is a season. ആമേൻ. പ്രഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. There is a purpose, a time for every purpose. ആമേൻ. ഓരോ ഉദ്ദേശത്തിനും അതിൻ്റെതായ സമയമുണ്ട്. Now listen. ശ്രദ്ധിക്കണേ. If you go to Septuagint or Greek version of the Old Testament. ആമേൻ. പഴയ നിയമത്തിന്റെ യവനായ തർജ്ജിമയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, Come on, listen. It's not a big theological class here. ആമേൻ. ഇന്ന് വലിയ തിയോളജിക്കൽ ക്ലാസ് അല്ല ഞാൻ എടുക്കുന്നത്. It's very simple thing. വളരെ ലഘുവായിട്ടാണ് ഞാൻ Old പറയുന്നത്. Testament is written in Hebrew. ആമേൻ. പഴയ നിയമം ഹെബ്രായ ഭാഷയിലാണ്. But there are Greek translations. പക്ഷേ അതിന്റെ തർജ്ജിമ ഗ്രീക്ക് ഭാഷയിലുണ്ട്. So if you read the same words in Greek, ആമേൻ. ഇത് സഭാപ്രസംഗിയിൽ വായിച്ച ഈ വാക്യം നാം ഗ്രീക്ക് ഭാഷയിൽ വായിച്ചാൽ, translated Greek word, ആമേൻ, അത് ഇപ്രകാരം തർജ്ജിമ ചെയ്തൊക്കെയാണ് to ഗ്രീക്കിൽ. everything there is a Kairos. ആമേൻ. ഓരോന്നിനും അതിൻ്റെതായ കൈറോസ് ഉണ്ട്. A Chronos for every purpose under heaven. ആമേൻ. ആകാശത്തിന് കീഴിലുള്ള ഓരോ ഉദ്ദേശത്തിനും ഓരോ ക്രോണോസും ഉണ്ട്. Two words are together here. ആമേൻ. ഇവിടെ രണ്ട് പദങ്ങളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. And I will come to what it is. ആമേൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അധികം Psalm സംസാരിക്കും. 31:15 says, സങ്കീർത്തനം 35:15 വായിക്കുന്നു, not my time are in your hand. ആമേൻ. എന്റെ സമയങ്ങൾ കാലങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണ്. Psalmist is saying my time is in your hand. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ സമയം അങ്ങയുടെ ഉള്ളംകരങ്ങളിലാണ്. It's not in my hand. എന്റെ ഉള്ളംകരങ്ങളിലല്ല. It's not in my emotion. എന്റെ വൈകാര്യങ്ങളിലല്ല. It's not in public opinion. ആമേൻ. പൊതുവെയുള്ള ഒപ്പീനിയനിലല്ല. It's not in opportunity. അത് അവസരങ്ങളിലുമല്ല. My time is in your hand. ആമേൻ. എന്റെ സമയം അങ്ങയുടെ കരങ്ങളിലാണ്. See, this is when we don't understand Chronos and Kairos, we get upset. ആമേൻ. ഇവിടെയാണ് നാം ക്രോണോസും കൈറോസും മനസ്സിലാകാതിരിക്കുമ്പോൾ നാം ദുഃഖിച്ചു പോകുന്നത്. That is where we have questions. അപ്പോഴാണ് നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളും That is ഉണ്ടാകുന്നത്. where we have so many arguments. ആ സമയത്താണ് നമുക്ക് ഒരുപാട് ആർഗ്യുമെന്റ്സ് That is ഉണ്ടാകുന്നത്. where we have so much of doubt. അവിടാണ് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്. And I'm hearing that. ഞാൻ ഇപ്പോൾ അത് കേൾക്കുകയാണ്. But I want to let you know, പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, under the heaven ആമേൻ, ആകാശത്തിന് and കീഴിൽ above the earth, ഭൂമിക്ക് മീതെ God has set a Chronos moment for everybody, എല്ലാവർക്കും ഓരോ ക്രോണോസ് നിമിഷമുണ്ട്. and God has kept a Kairos moment. ആമേൻ. എല്ലാവർക്കും
എല്ലാവർക്കും ഓരോ കൈറോസ് നിമിഷവും വെച്ചിട്ടുണ്ട്. So let's dive deep down into what is it. അതുകൊണ്ട് ആഴത്തിൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. So the first thing I want to tell you is that something is always built in Chronos and released in Kairos. ആമേൻ. എപ്പോഴും ക്രോണോസിൽ ഒരു കാര്യം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, അത് ദൈവികമായ കൈറോസിൽ അത് വെളിപ്പെടുത്തുവാനും ഇടയാകും. That means God builds a promise in your life in Chronos. ആമേൻ. അതിന്റെ അർത്ഥം ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ക്രോണോസ് നിമിഷത്തിൽ ദൈവം ഉണ്ടാക്കും. And he fulfills that in Kairos moment. അത് പൂർത്തീകരിക്കുന്നത് ദൈവിക കൈറോസ് നിമിഷത്തിലായിരിക്കും. How can we identify that? എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ Very കഴിയും? important. Listen this carefully. This is an answer for many questions. വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയാണിത്. So let's make it different. Like Amen. Chronos and Kairos. ആമേൻ. ക്രോണോസും കൈറോസുമായി വ്യത്യസ്തമായി ചിന്തിക്കാം. Chronos means measurable time. ക്രോണോസിന്റെ അർത്ഥം അളക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. Calendar time. അതൊരു കലണ്ടർ പ്രകാരമുള്ള സമയമാണ്. Developmental time. അത് ഡെവലപ്മെന്റൽ സമയമാണ്. You can say God spoke to me on 31st night 2026. ആമേൻ. 2026 ഡിസംബർ 31 ദൈവം എന്നോട് സംസാരിച്ചെന്ന് നമുക്ക് പറയാം. You can say God called me in 2020. ആമേൻ. 2020 ദൈവം എന്നെ വിളിച്ചു എന്ന് പറയാം. That is Chronos. അതിനെ ക്രോണോസ് എന്ന് പറയും. If you can measure a time when God spoke to you. ദൈവം സംസാരിച്ച സമയത്തെ നമുക്ക് അളക്കുവാൻ കഴിയുമെങ്കിൽ അതിനെ ക്രോണോസ് എന്ന് You പറയും. heard a prophecy. ഒരു പ്രവചന ശബ്ദം കേട്ടു. And that prophecy you can measure. I heard this so and so date, so and so time. ആമേൻ. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ ആ പ്രവചനം കേട്ടു, അതിനെ അളക്കുവാൻ That കഴിയും. is your Chronos moment. അത് നിങ്ങളുടെ ക്രോണോസ് How നിമിഷമാണ്. many of you have a Chronos moment? എത്ര പേർക്ക് ഇവിടെ ക്രോണോസ് നിമിഷം ഉണ്ടായിരുന്നു? Come on. Let me see. ഒന്ന് ദൈവത്തെ Did സ്തുതിക്കുവാൻ you കഴിയുമോ? ever experience a Chronos moment? ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രോണോസ് നിമിഷം അനുഭവിച്ചിട്ടുണ്ടോ? Either you didn't hear what I said, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലായിരിക്കും, you didn't understand what I said, അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണത്തില്ലായിരിക്കും, or else everybody would have said yes I know. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ അതെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ പറയാൻ താങ്കൾ ഇംഗ്ലീഷിലോട് പറ. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം, ഒരാഴ്ചയായിരിക്കും, ഒരു നിമിഷമായിരിക്കും, എപ്പോഴെങ്കിലും ദൈവം സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി തരാനുള്ളവർ എത്ര പേരുണ്ട്? If God has spoken to you, whether it may be a month, a season or a time, can we just lift up our hands? ഒന്ന് കൈ സംസാരിച്ചിട്ടില്ലയോ? I mean, having God talked to you? പിന്നെന്താ പേടിക്കുന്നേ? Why are you afraid? അതിനെ ആ ക്രോണോസ് മൂമെന്റ് എന്ന് പറയുന്നത്. That moment we call as chronos. Okay? Now, what is Kairos? ഇനി എന്താണ് ഈ കൈറോസ് എന്ന് പറയുന്നത്? Kairos is God's appointed time. ആമേൻ. ദൈവികമായ ദൈവം വെച്ചിട്ടുള്ള സമയത്തെയാണ് കൈറോസ് എന്ന് പറയുന്നത്. Listen very carefully. ശ്രദ്ധിച്ചു It is കേൾക്കണമേ. divine visitation. ആമേൻ. അത് ദൈവികമായ It സന്ദർശനമാണ്. is prophetic fulfillment. അത് പ്രവചന നിവർത്തീകരണമാണ്. Kairos moment is not in my hand. ആമേൻ. കൈറോസ് നിമിഷം എൻ്റെ കരങ്ങളിലല്ല. Kairos moment is nobody's hand. ആമേൻ. അത് ആരുടെയും കൈവശമല്ല. It is in God's hand. അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. Promised God can give you through prophets. ആമേൻ. വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ പ്രവചനന്മാരെ കുറിച്ച് കൂടി തരും. God can give you promise to word of God. ദൈവ വചനത്തിൽ കൂടി ദൈവത്തിന് തരാം. That is your Chronos moment. ആമേൻ. അത് നിങ്ങളുടെ ക്രോണോസ് മൊമെന്റ്. Nobody knows your Kairos പക്ഷേ moment. ആർക്കും നിങ്ങളുടെ കൈറോസ് നിമിഷം അറിയത്തില്ല. But one thing I want to tell പക്ഷേ you. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. One who has received a Chronos moment, ആമേൻ. ഒരു ക്രോണോസ് നിമിഷം ലഭിച്ചിട്ടുള്ള വ്യക്തി they will receive a Kairos അവർക്ക് moment. തീർച്ചയായിട്ടും ഒരു കൈറോസ് നിമിഷം ലഭിക്കുമെന്ന് Bible talks over and over about it. വചനം വീണ്ടും 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 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ എന്ന്? Can we just praise him? In Old Testament, New Testament, and throughout this early church history, we have seen everybody have seen a Chronos moment and everybody has seen a Kairos moment. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭാ ചരിത്രത്തിലൂടെ നാം കാണുന്ന എല്ലാവർക്കും ഒരു ക്രോണോസ് നിമിഷവും കൈറോസ് നിമിഷവും So ലഭിച്ചിട്ടുണ്ട്. God builds a purpose in Chronos ദൈവത്തിന്റെ പദ്ധതി ദൈവം പണിതെടുക്കുന്നത് ക്രോണോസ് and He നിമിഷത്തിലും fulfills in Kairos. അത് പൂർത്തീകരിക്കുന്നത് കൈറോസ് How നിമിഷത്തിലുമാണ്. does that happen? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? You know, in Habakkuk chapter 2 verse 3, ആമേൻ. ഹബക്കൂക്ക് അതിന്റെ 2:3 പ്രകാരം വായിക്കുന്നു. for vision is yet for an appointed time, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. but at the end it will speak അത് സമാപ്തി അത് സംസാരിക്കും. and it will not lie. അത് ബുഷ്ക് പറയില്ല. Though it tarries. അത് താമസിച്ചാലും. Come on, let's read. Though it tarries. What is that next? Everybody speak it out. Wait for it. Because it will surely say as if you mean it. Amen. Let's all. Though it tarries. Wait for it because
it will surely come. It will not tarry. ആമേൻ. Amen. So the question is, ചോദ്യം ഇതാണ്, how does this happen? ഇതെങ്ങനെ സംഭവിക്കും? In Kairos moment, ആമേൻ. ഈ കൈറോസ് നിമിഷത്തിൽ Joseph had a dream. യോസേഫിന് ഒരു സ്വപ്നമുണ്ടായി. No, Chronos dream. ക്രോണോസ്. In Chronos moment, Joseph had a dream. യോസേഫിന് ഒരു സ്വപ്നമുണ്ടായി. What was his age? എന്തായിരുന്നു അന്നത്തെ പ്രായം? 17. ആമേൻ. 17. 17 years of age. 17 വയസ്സ്. We can measure the time. ആ സമയം നമുക്ക് അളക്കുവാൻ കഴിയും. He got a promise ആമേൻ. ഒരു വാഗ്ദത്തം ലഭിച്ചു, through a vision or a dream. ഒരു സ്വപ്നത്തിൽ കൂടി. And then, when was the Kairos moment? ആമേൻ. തന്റെ കൈറോസ് നിമിഷം എപ്പോഴായിരുന്നു? After long 13 years നീണ്ട 13 വർഷത്തിന് in ശേഷം prison, ഇതാ കാരാഗൃഹത്തിൽ in many places. ആമേൻ മറ്റു പലയിടങ്ങളിൽ കൂടി And കടന്നുപോയി. when the Kairos moment comes, കൈറോസ് നിമിഷം വന്നപ്പോൾ Pharaoh says, ഫറവോ പറയുകയാണ്, bring him in. ആമേൻ, കൊണ്ടുവരിക. Bring him out of the dungeon. ആമേൻ. ആ കാരാഗൃഹത്തിൽ നിന്ന് യോസഫിനെ കൊണ്ടുവരിക. 13 years of waiting. ആമേൻ. 13 വർഷത്തിന്റെ And നീണ്ട when Kairos കാത്തിരിപ്പാണ്. moment comes, പക്ഷേ കൈറോസ് നിമിഷം വന്നപ്പോൾ it is just a split second. ആമേൻ ഒരു നൊടിയിടയും കൊണ്ടാണ് സംഭവിച്ചത്. My God can change your Chronos into Kairos. ആമേൻ. നിങ്ങളുടെ ക്രോണോസിനെ കൈറോസ് ആക്കുവാൻ ദൈവത്തിന് കഴിയും. So what is in between? ആമേൻ. അതിന്റെ ഇടയിലുള്ള സമയം എന്താണ്? That is called waiting season of Chronos. ആമേൻ. അത് ക്രോണോസിന്റെ കാത്തിരിപ്പിന്റെ കാലമാണ്. So Chronos has a waiting season. ആമേൻ. ഈ ക്രോണോസിന് ഒരു കാത്തിരിപ്പിന്റെ കാലമുണ്ട്. You know, I want to tell you, God is not confined inside the time. ആമേൻ. ദൈവം സമയത്തിന് ഉള്ളിലുള്ള വ്യക്തിയല്ല. God made time. ദൈവം സമയം സൃഷ്ടിക്കുവാനിടയായി. God is out of time. ദൈവം സമയത്തിന്റെ വെളിയിലാണ്. Right? He is out of time, space and matter. ദൈവം സമയത്തിന്റെയും സകല പ്രപഞ്ചത്തിന്റെയും വെളിയിലാണ്. And so he can control time. അതുകൊണ്ട് ദൈവത്തിന് സമയത്തെ കാലത്തെയും നിയന്ത്രിക്കുവാൻ Can കഴിയും. I tell you that God can extend time? ആമേൻ. ദൈവത്തിന് സമയത്തെ ദീർഘിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയട്ടെ. Can God extend time? ദൈവത്തിന് സമയത്തെ ദീർഘിപ്പിക്കാൻ കഴിയുമോ? We all know Hezekiah's life, ആമേൻ. right? ഹിസ്കിയാവിന്റെ ജീവിതം നമുക്ക് നന്നായി അറിയാം. Hezekiah's life, he extended 15 years. ആമേൻ. 15 വർഷം കൂടി നീട്ടിക്കൊടുത്തു ഹിസ്കിയാവിന്. Can God shorten the time? ദൈവത്തിന് സമയത്തെ ചുരുക്കുവാൻ കഴിയുമോ? Yes, of course. Jesus said the days of trouble can be shortened for the sake of saints. ആമേൻ. സെയിൻസിനു വേണ്ടി സമയത്തെ ചുരുക്കുവാനും ദൈവത്തിന് കഴിയും. Can God restore time? ദൈവത്തിന് സമയത്തെ വീണ്ടെടുക്കുവാൻ കഴിയുമോ? Huh? Example? ഉദാഹരണം പറഞ്ഞാൽ Joel. യോവേൽ. Joel 2:25. യോവേലിന്റെ പുസ്തകം 2:25. What is that? എന്താണ് അവിടെ പറയുന്നത്? So I will restore to you the years that the swarming locust has eaten. ആമേൻ. വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴും കഴിച്ച സമരസത്തെ ഞാൻ മടക്കി തരും. So he can extend time. ദൈവത്തെ സമയത്തെ ദീർഘിപ്പിക്കുവാൻ കഴിയും. He can shorten time. സമയത്തെ ചുരുക്കുവാൻ He കഴിയും. can restore time. വീണ്ടെടുക്കുവാനും കഴിയും. He can compress time. ആമേൻ. സമയത്തെ കംപ്രസ് ചെയ്യുവാനും കഴിയും. And I will give you example very soon. ആമേൻ. അതിന് ഒരു ഉദാഹരണം ഞാൻ തരാം. You know, sometimes we feel like, man, it's dragging. ആമേൻ. ചിലപ്പോൾ നാം വിചാരിക്കുക സമയം ഇങ്ങനെ അങ്ങ് ഡ്രാഗ് It's ചെയ്യുകയാണ്. dragging. ഓ, അങ്ങ് നീണ്ടു How പോകുകയാണ്. long will it drag? ആമേൻ. ഇനി എത്ര നാൾ ഇങ്ങനെ നീണ്ടുപോകും? When Kairos moment comes, പക്ഷേ കൈറോസ് നിമിഷം വരുമ്പോൾ just compress it. ആമേൻ അതിനെ അങ്ങ് കംപ്രസ് ചെയ്യുവാനിടയാകും. And we'll get to that place. അതിലേക്ക് നമുക്ക് വേഗത്തിൽ That's why എത്താം. you always say, in his time. ആമേൻ. അതുകൊണ്ടാണ് നാം ഭയപ്പെടുന്നത് ആ ദൈവത്തിന്റെ സമയത്ത്, In his time. ദൈവിക സമയത്ത് He makes everything beautiful. ആമേൻ സകലതും നന്നായി Can തീർക്കും. somebody trust him today? എത്ര പേർക്ക് നാം ദൈവത്തെ ആശ്രയിക്കുവാൻ കഴിയും? Can somebody trust him എത്ര today? പേർക്ക് നാം ദൈവത്തെ ആശ്രയിക്കുവാൻ I കഴിയും? want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. In Chronos moment, ആമേൻ. ഈ ക്രോണോസ് നിമിഷത്തിൽ God said to Abraham, അബ്രഹാമിനോട് പറഞ്ഞു, I will make you father of nations. ഞാൻ ജാതികളുടെ പിതാവാക്കി മാറ്റും. At the age of 75. ആമേൻ. 75-ാമത്തെ വയസ്സിൽ Oh, are you making me father? ആമേൻ ഞാൻ എന്നെ ഒരു പിതാവാക്കുകയാണോ? At the age of ഈ 75. 75-ാമത്തെ വയസ്സിൽ Then at the age of 100, ആമേൻ 100-ാമത്തെ വയസ്സിൽ he is getting a child. ഒരു സന്തതിയെ ലഭിക്കുകയാണ്. He's thus thinking, ആമേൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്, what about my youth age? ആമേൻ എന്റെ യൗവനപ്രായം From the age of 30 till 75, ആമേൻ 30 മുതൽ 75 വരെയുള്ള വയസ്സിൽ I've been wanting this. ആമേൻ ഞാൻ ഇത് ആഗ്രഹിച്ചതാണ്. And at the age of 75, പക്ഷേ 75-ാമത്തെ you വയസ്സിൽ are saying me that I will make you father for nations. ആമേൻ ജാതികൾക്ക് പിതാവാകുമെന്ന് അങ്ങ് പറയുന്നു. And then you are telling me that I will have kids. ആമേൻ എനിക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. Can you just imagine that Chronos moment? ആമേൻ ആ ഒരു ക്രോണോസ് നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കേ. Frustrated. ആമേൻ
വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. confused, ആമേൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. no clarity, ആമേൻ അതിൽ ഒരു വ്യക്തതയുമില്ല. nothing is there. ഒന്നും നടക്കുന്നില്ല. And I want to tell you, church, പക്ഷേ സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, some of you are going through that today, ആമേൻ ചിലർ ഇതിൽ കൂടി ഇന്ന് കടന്നു where പോകുകയാണ്. you have the promises, നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം where ലഭിച്ചിട്ടുണ്ട്. you heard the promises, ആമേൻ വാഗ്ദത്തം കേട്ടിട്ടുണ്ട്. you have the offers, നിങ്ങൾക്ക് പല ഓഫറുകളുമുണ്ട്. but nothing is happening. പക്ഷേ ഒന്നും നടക്കുന്നില്ല. It's delayed. അതെല്ലാം താമസിക്കുകയാണ്. You feel like, why I'm not honored. ഓ എന്തുകൊണ്ട് എനിക്ക് ആ ബഹുമാനം Some ലഭിക്കുന്നില്ല? of you have a ministry opportunity. അവൻ ചിലർക്ക് ശുശ്രൂഷയുടെ You have വഴിത്തിരിവുകളുണ്ട്. a ministry calling. നിങ്ങൾക്കൊരു മിനിസ്ട്രിയിലേക്ക് ഒരു വിളിയുണ്ട്. Some of you feel like, oh, I have a calling in my family. ഓ എന്റെ കുടുംബത്തിൽ ഒരു വിളിയുണ്ടെന്ന് ചിലർ പറയും. I know that I have a calling for my career, ഓ എന്റെ കരിയറിലേക്ക് എനിക്കൊരു വിളിയുണ്ട്. but I've been waiting. അത് പക്ഷേ ഞാൻ അതിനുവേണ്ടി I've കാത്തിരിക്കുകയാണ്. been waiting. ഞാൻ വളരെയധികം How കാത്തിരിക്കുകയാണ്. many years you're waiting? പക്ഷേ എത്ര നാൾ കാത്തിരിക്കുകയാണ്? 2 years? 2 വർഷം, 3 years? 3 വർഷം, 10 years? 10 But വർഷമാണോ? I want to let you know, പക്ഷേ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, Bible talks about 30 years. ആമേൻ വചനം 30 വർഷത്തെ കുറിച്ച് Bible പറയുന്നു. talks about 50 years. ആമേൻ 50 വർഷത്തിന്റെ കാര്യം പറയുന്നു. Sometimes it can happen decades. ആമേൻ ചിലപ്പോൾ ആണ്ടുകൾ എടുത്തു നിൽക്കാം. But I want to tell you something more. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് അധികം പറയട്ടെ, When the Kairos moment ആ comes, കൈറോസ് നിമിഷം വരുമ്പോൾ you will forget every Chronos ആമേൻ moment. എല്ലാ ക്രോണോസ് നിമിഷവും നിങ്ങൾ മറന്നുപോകും. But until then, പക്ഷേ ആ നിമിഷം വരെ what is happening? എന്താണ് നടക്കുന്നത്? God is preparing you. ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. God is preparing you. ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. You know, Kairos moment is preparation. ആമേൻ ഈ കൈറോസ് നിമിഷം ഒരു ഒരുക്കലിന്റെ നിമിഷമാണ്. God will not promote you until he purifies you. നമ്മളെ ശുദ്ധീകരിക്കാതെ ദൈവം ഒരിക്കലും നമ്മളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. Come on. ആമേൻ. God will never promote you before he purifies you. നമ്മളെ ശുദ്ധീകരിക്കാതെ ഒരിക്കലും ദൈവം നമ്മളെ പ്രൊമോട്ട് ചെയ്യത്തില്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? This promotion will kill you. ആമേൻ. കാരണം ഈ പ്രൊമോഷൻ നിങ്ങളെ A കൊന്നുകളയുന്നതാണ്. promotion without purity will kill you. ആമേൻ. ശുദ്ധീകരണം കൂടാത്ത ഒരു പ്രൊമോഷൻ നിങ്ങളെ കൊന്നുകളയും. When you become suddenly rich, ആമേൻ. പെട്ടെന്ന് നിങ്ങൾ ധനികരാകുമ്പോൾ you don't know how to handle money. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. You get married, ആമേൻ. നിങ്ങൾ കല്യാണം കഴിക്കും. ഒറ്റ ട്രിപ്പിൽ 4 കിട്ടി കഴിഞ്ഞാൽ 4 മക്കളെ ഒറ്റ ട്രിപ്പിൽ കിട്ടിയാൽ If you have 4 kids in one shot, നിങ്ങൾക്കറിയത്തില്ല എങ്ങനെയാ ഒന്നിനെ ഹാൻഡിൽ ചെയ്യുന്നത്. you do not know how to handle one. Sometimes waiting periods are preparatory periods. ആമേൻ. ചിലപ്പോൾ കാത്തിരിപ്പിന്റെ സമയം അത് ഒരുക്കുന്ന But a സമയമാണ്. believer should understand this. പക്ഷേ ഒരു വിശ്വാസി മനസ്സിലാക്കണം, Even though you will forget, ആമേൻ, നിങ്ങൾ മറന്നുപോയാലും God will not forget his promises. ആമേൻ മറന്നുപോകുന്ന ദൈവമല്ല തന്റെ വാഗ്ദത്തങ്ങളെ. അല്പനേരം ഒന്ന് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? ആമേൻ. Can we just increase our faith for a moment? നിങ്ങൾ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ചില moments There are ഉണ്ട്. moments when you are desperate. ദൈവത്തിന്റെ ആത്മാവ് ചിലർ ഇവർ കണ്ടുകൊണ്ടിരിക്കുക. Amen. God is seeing certain of ഒരു you. ബ്രേക്ക് ത്രൂ നടക്കാതെ വളരെ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന ചിലരെ You're കാണുന്നുണ്ട്. desperate that there is no breakthrough happening in your life. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, But in the spirit, let me declare it. നിങ്ങളുടെ ക്രോണോസ് മൂമെന്റിൽ ദൈവം നിങ്ങളെ പണിഞ്ഞുകൊണ്ടിരിക്കുക. Amen. In your chronos moment, God is building you up. ഒരു വലിയ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ദൈവം God is പണിഞ്ഞുകൊണ്ടിരിക്കുക. building you up and preparing you for a greater വിശ്വസിക്കാൻ breakthrough. പറ്റുന്ന ദൈവമക്കൾ ഈ ചെങ്കടൽ പിളരുന്ന മുമ്പേ തന്നെ Amen. കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ? Amen. Even before the Red Sea is parted before you, can you just worship Him? ചെങ്കടൽ പിളർന്ന് ഞാൻ കണ്ടിട്ടില്ല. I have not yet seen the Red Sea being parted. യോർദാൻ പിളരുന്ന ഞാൻ I കണ്ടിട്ടില്ല. have not seen the Jordans being parted പക്ഷേ അത് before me. പിളരുന്ന മുമ്പേ എന്റെ ദൈവത്തെ ഞാൻ But വിശ്വസിക്കുന്നു. even before I see that, I will trust അവന്റെ in the Lord. വചനം ഇങ്ങനെയാ എന്നെ And this പഠിപ്പിക്കുന്നത്. is what the word of God teaches us. ഈ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്കുണ്ടെങ്കിൽ Oh, we have a cloud of witness all around us. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ദൈവത്തെ Oh, സ്തോത്രം can we just ചെയ്യാമോ? lift up our hands and praise God? വഴി തുറക്കാതിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ Even പറ്റുമോ? when the ways are not being opened before me, I will worship Come on, Him. come on, ഒന്ന് ശബ്ദം ഉയർത്താൻ പറ്റുമോ? Oh, can we just lift up our hands and worship വഴി Him? തുറക്കാതിരിക്കുമ്പോൾ സ്തോത്രം Even when ചെയ്യാമോ? the ways are not opened before me, I will worship ശത്രുക്കൾ Him. നാല് ചുറ്റും നിൽക്കുമ്പോൾ സ്തോത്രം When ചെയ്യാമോ? the enemies are all around me, I will worship Him. അപകടത്തിന് മുമ്പിൽ ആ സ്തോത്രം ചെയ്യാമോ? Before all accidents, I will worship Him. ഡോക്യുമെന്റ്സ് മൂവ് ചെയ്തില്ല സ്തോത്രം When the ചെയ്യാമോ? documents are not being moved, I will worship Him. റിപ്പോർട്ടുകൾ അനുകൂലമല്ല സ്തോത്രം When the ചെയ്യാമോ? reports are standing against me, I will worship Him. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ തുടർച്ചയായി ഞാൻ ഈ പറയുന്നത്, Amen. Based on what I said last week, I'm continuing in saying ദൈവം നിന്നെ this. കൈവിടുകയില്ല. The Lord will not forsake you. ദൈവം നിന്നെ കൈവിടുകയില്ല. The Lord will not forsake you. വിളിച്ചവൻ The വിശ്വസ്തനാ. one who has called you is faithful. വാക്കുമാറുന്ന He ദൈവമല്ലെന്നേ. will never ever change His നിന്നെ word. വിശ്വാസി എന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? Amen. Why do you call yourself as a believer? അടയാളങ്ങൾ കാണുന്നില്ല, Amen. You don't see the signs. മഴ വീഴുന്ന Oh, കാണുന്നില്ല, you don't see the rain. പക്ഷെ നിന്റെ ഉറവകളെ നിറയ്ക്കുവാൻ എന്റെ ദൈവം ശക്തനത്രേ. But my God is able to fill your sources. അല്പനേരം കരങ്ങൾ തട്ടി ദൈവത്തെ Oh, സ്തോത്രം can you ചെയ്യാമോ? just put
put your hands together and ഒന്ന് worship him? വിശ്വസിക്കാൻ പറ്റുമോ? Can you take a moment of faith? നിന്റെ വഴികൾ തുറക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. I mean, there is a heaven that can open up ways for you. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? When David was in jungle, ആമേൻ. ദാവീദ് ഇതാ വനത്തിലായിരുന്നപ്പോൾ he was killing bear and lion. കരടിയെയും സിംഹത്തെയും കൊല്ലുകയായിരുന്നു. Chronos moment. അത് തന്റെ ക്രോണോസ് നിമിഷമായിരുന്നു. Even Samuel came to anoint Jesse's sons. ആമേൻ. ഇശായിയുടെ പുത്രനെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ തൈലക്കൊമ്പ് കൊണ്ടുവന്നപ്പോൾ And this guy is in somewhere in the forest. ആമേൻ, ദാവീദ് എവിടോ ഇതാ വനത്തിലാണ്. Call him back. ആമേൻ. പറഞ്ഞു, ഇതാ ദാവീദിനെ വിളിക്കുക. We will not even sit for lunch without him. ദാവീദില്ലാതെ ഞാൻ പന്തിയിൽ പോലും ഇരിക്കുകയില്ല. And then what happened? When he came, he anointed. ആമേൻ. ദാവീദ് വന്നപ്പോൾ ദാവീദിനെ അഭിഷേകം That ചെയ്യുവാനിടയായി. anointing to be a king of Israel was the Chronos moment. ആമേൻ. ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തത് അതാണ് ക്രോണോസ് നിമിഷം. Guess what? പക്ഷേ എന്ത് സംഭവിച്ചു? It took more than 40 years to become a full-fledged king. ആമേൻ. പക്ഷേ രാജപദവി പൂർണ്ണമായി ലഭിക്കുവാൻ 40 വർഷത്തോളം എടുത്തു. To get to the Kairos ആ moment. കൈറോസ് നിമിഷത്തിലേക്ക് എത്തുവാൻ Sometimes decades will take. ആമേൻ. ചിലപ്പോൾ ഡെക്കേഡ്സ് എടുത്തെന്ന് വരാം. And I will tell you the third thing, most important thing ആമേൻ. here. മൂന്നാമത്തെ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത ഞാൻ പറയട്ടെ. You know, when Kairos moment comes, ആമേൻ. ഈ കൈറോസ് നിമിഷം വരുമ്പോൾ there is a divine acceleration. ആമേൻ, ഒരു ദൈവികമായ ഒരു വേഗതയുണ്ട്. A divine ഒരു acceleration. ദൈവികമായ വേഗതയുണ്ട്. You know why is that? എന്തുകൊണ്ടെന്നറിയാമോ? God will move everything in his time. ആമേൻ. ദൈവം എല്ലാം തന്റെ സമയത്ത് And that is what I ചലിപ്പിക്കാനിടയാകും. want to tell you. അത് തന്നെയാണ് നിങ്ങളോട് പറയുവാൻ ഞാൻ As ആഗ്രഹിക്കുന്നത്. a young minister, I struggled a lot in this. ആമേൻ. ഒരു യൗവനക്കാരനായ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് ഇതിൽ കൂടി കടന്നുപോയതാണ്. I still remember my days I did my seminary. ഞാൻ എന്റെ സെമിനറി കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. And after seminary, I thought, you know, language-wise, skill-wise, I was excellent. ആമേൻ. ഭാഷപരമായി സ്കിൽ പരമായി ഞാൻ വളരെ നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു. Academically, I was not very poor. I was the best student of that year, and I was the student representative to preach. ആമേൻ. അക്കാഡമിക്സ് ആയിട്ടും എനിക്ക് നല്ല മാർക്കോടെ ഞാൻ പാസ്സായി അന്നത്തെ പ്രാസംഗികനായി തിരഞ്ഞെടുക്കുവാനും ഇടയായി. I thought I would be great. ഞാൻ വിചാരിച്ചു ഞാൻ ഏതോ വലിയൊരു വ്യക്തിയാവും. Before even graduating, I got a call from New Zealand. ആമേൻ. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ന്യൂസിലൻഡിൽ നിന്ന് എനിക്ക് വിളി വന്നു. My thing was, oh man, if starting is from New Zealand, then what it would be? ആമേൻ. തുടക്കം തന്നെ ന്യൂസിലൻഡിൽ നിന്നാണെങ്കിൽ പിന്നെ എന്തായിരിക്കും മുമ്പോട്ട്? My life is secure. എന്റെ ജീവിതം തന്നെ ഫുൾ സെക്യൂർ ആയി. And then God took me to Khategaon. ആമേൻ. അപ്പോഴാണ് ദൈവം എന്നെ കാത്തേഗാവിലേക്ക് കൊണ്ടുപോയത്. Oh my God. I would tell you, and my friend is here. ആമേൻ. എന്റെ സുഹൃത്തും ഇവിടെ ഇരിപ്പുണ്ട്. When I went back even to my church, ആമേൻ. ഞാൻ തിരിച്ച് എന്റെ മാതൃസഭയിലേക്ക് ചെന്നപ്പോൾ I thought after graduation they will be recognizing me. ആമേൻ. ഗ്രാജുവേഷൻ ശേഷം ചെല്ലുമ്പോൾ എന്റെ സഭ എന്നെ ബഹുമാനിക്കുക As അംഗീകരിക്കുമെന്ന് a വിചാരിച്ചു. young chap, I had the desire that I will be the preacher of the Sunday. ആമേൻ. ആ ഞായറാഴ്ച ആയിരിക്കും എനിക്ക് പ്രസംഗിക്കാൻ ഒരു അവസരം തരുമെന്നൊക്കെ വിചാരിച്ചു. Poor guy, I came there, they asked me to sit somewhere in back. ആമേൻ. ഞാൻ അന്ന് ചെന്നപ്പോൾ എന്നോട് എവിടോ പുറയിൽ എവിടോ ഇരിക്കാൻ പറഞ്ഞു. And during the time of testimony, Shibu വന്നിട്ടുണ്ട്. Shibu എന്തെങ്കിലും പറയുന്നു? During the time of testimony, they said Shibu is here and Shibu can say a testimony. എന്തെങ്കിലും പറയണം? I mean, does he want to say anything? I was so desperate. ഞാൻ ഒരുപാട് വിഷമിക്കുവാനിടയായി. I didn't stay there for another second week. ആമേൻ. രണ്ടാമത്തെ ഒരാഴ്ച ഞാൻ അവിടെ പോകാൻ ആഗ്രഹിച്ചില്ല. Because I was about to find my own place. ആമേൻ. ഞാൻ എന്നെ ഒരു സ്ഥലം കണ്ടെത്തുവാൻ ഞാൻ തീരുമാനിച്ചു. Ended up in Khategaon. ഞാൻ ഖാത്തേഗാവിൽ എത്തിച്ചേരുവാനിടയായി. Not a single Christian. അവിടെ ഒരു ക്രിസ്ത്യാനികൾ പോലുമില്ല. 7 years. ആമേൻ. 7 നീണ്ട വർഷം. While I was in Manakala, ഞാൻ മണക്കാലയിലായിരുന്നപ്പോൾ I was known for prophetic ministry. ആമേൻ. ഞാൻ പ്രവചന ശുശ്രൂഷയിൽ അറിയപ്പെട്ടു. I was known for convention preaching. ഞാൻ കൺവെൻഷൻ പ്രാസംഗികൻ എന്നറിയപ്പെട്ടു. I was known for conference preaching. ആമേൻ. കോൺഫറൻസ് പ്രാസംഗികൻ എന്നറിയപ്പെട്ടു. With all kind of languages. ആമേൻ. മറ്റു പല ഭാഷകളിൽ അറിയപ്പെട്ടു. And then I came to Khategaon, nobody knows. ആമേൻ. ഖാത്തേഗാവിൽ ചെന്നപ്പോൾ അവിടെ എന്നെ അറിയുന്ന My ആരുമില്ല. seminary friends forgot. ആമേൻ. എന്റെ സെമിനാരി സുഹൃത്തുക്കൾ എന്നെ മറന്നുപോയി. Friends, I want to tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. if God would have promoted me then, ആമേൻ. ദൈവം എന്നെ അന്ന് പ്രൊമോട്ട് ചെയ്തായിരുന്നെങ്കിൽ I would not be standing here today. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുകയില്ലായിരിക്കും. God knows when to Amen. promote, how to promote. ആമേൻ. ദൈവത്തിനെ എപ്പോൾ പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം നന്നായി അറിയാം. Promotion doesn't come from east and west. ആമേൻ. പ്രൊമോഷൻ അത് തെക്കുന്നോ വടക്കുന്നോ അല്ല വരുന്നത്. Promotion comes from the Lord. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. When God promotes, ദൈവം ഉയർത്തുമ്പോൾ nobody can stop you. അതിനെ തടയാൻ ആർക്കും You are കഴിയില്ല. unstoppable. ആമേൻ. പിന്നെ നിന്നെ തടഞ്ഞു നിർത്തുവാൻ You ആർക്കും are കഴിയില്ല. unstoppable. പിന്നെ തടഞ്ഞു
ഉയർത്തുവാൻ ആർക്കും Wait കഴിയില്ല. for that day. ആ സമയത്തിന് വേണ്ടി Can കാത്തിരിക്കുക. somebody praise God? എത്ര പേർക്ക് ദൈവത്തെ Can സ്തുതിക്കുവാൻ somebody കഴിയും? praise God? എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Even if humans want to promote you, ആമേൻ. മനുഷ്യർക്ക് നിങ്ങളെ ഉയർത്തണമെന്ന് ആഗ്രഹിച്ചാലും thousands of people will come and promote you. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് നിങ്ങളെ ഉയർത്തും. But God will not allow that promotion. പക്ഷെ ദൈവം ആ പ്രമോഷൻ അനുവദിക്കുന്നില്ല. Kairos moment is not human hand. ആമേൻ. ഈ കൈറോസ് നിമിഷം മനുഷ്യരുടെ കരങ്ങളിലല്ല. Kairos moment is God's hand. അത് ദൈവത്തിന്റെ കരങ്ങളിലാണ്. You might go for many jobs, ഒരുപാട് ജോലി അന്വേഷിച്ചു പോകും. one after another, ഒന്നിനു പുറകെ and ഒന്നൊന്നായി. you're not hearing anything. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. And it's a waiting അത് period. കാത്തിരിപ്പിന്റെ സമയമാണ്. Either your document is not supporting, ആമേൻ. ഡോക്യുമെന്റ് അതിന് അനുകൂലമല്ല. your resume is not supporting. ആമേൻ. അതിന്റെ റെസ്യൂമേ അനുകൂലമല്ല. You put all those catchy words in ChatGPT and change your resume, ChatGPT ഉപയോഗിച്ച് റെസ്യൂമേ ഒക്കെ തയ്യാറാക്കിയെന്ന് വരാം. but still it's not working. പക്ഷേ എന്നിട്ടും അത് പ്രയോജനപ്പെടുന്നില്ല. Nobody is calling. ആരും തന്നെ വിളിക്കുന്നില്ല. Can I get today too? ആമേൻ. എനിക്ക് ഇന്ന് To നിങ്ങളോട് tell you that ഒരു കാര്യം വിളിച്ചു when പറയട്ടെ. God opens the way, ദൈവം വഴി തുറക്കുമ്പോൾ nobody can stop it. അതിനെ തടയുവാൻ ആർക്കും കഴിയില്ല. Nobody can stop it. ആർക്കും തടയുവാൻ കഴിയില്ല. Can somebody trust in the sovereignty of God? എത്ര പേർക്ക് ആ ദൈവത്തിന്റെ പരമോന്നധികാരത്തിൽ Can you വിശ്വസിക്കാൻ trust കഴിയും? the sovereignty of God? ആ ദൈവത്തിന്റെ പരമോന്നധികാരത്തിൽ ഒന്ന് ആശ്രയിക്കാൻ കഴിയുമോ? My God never promotes in shortcut. ആമേൻ. ഒരു ഷോർട്ട് കട്ടിൽ കൂടിയും ദൈവം ആരെയും ഉയർത്തുകയില്ല. Bible never promotes in shortcuts. വചനപ്രകാരം ദൈവം ആരെയും ഷോർട്ട് കട്ടിൽ കൂടി ഉയർത്താറില്ല. But when the Kairos moment comes, പക്ഷേ ആ കൈറോസ് നിമിഷം വരുമ്പോൾ, oh, if he need to shorten the time, he will shorten it. സമയത്തെ ചുരുക്കണമെങ്കിൽ ദൈവം സമയത്തെ ചുരുക്കും. If he want to restore time, he will restore it. ആമേൻ. സമയത്തെ വീണ്ടെടുക്കണമെങ്കിൽ സമയത്തെ വീണ്ടെടുക്കുവാനിടയാകും. Hallelujah. ആമേൻ. Can somebody praise God എത്ര today? പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Hallelujah. ഹല്ലേലൂയ. You know, the church, I want to teach one important ഒരു thing. പ്രാധാന്യപ്പെട്ട കാര്യം സഭയെ ഞാൻ While പഠിപ്പിക്കട്ടെ. you are waiting, നിങ്ങൾ കാത്തിരിക്കുമ്പോൾ trust his sovereignty. ആമേൻ ദൈവത്തിന്റെ പരമോന്നധികാരത്തിൽ Have ആശ്രയിക്കുക. you heard in Bible a phrase called suddenly? ആമേൻ. പെട്ടെന്ന് എന്നൊരു പദം നിങ്ങൾ വചനത്തിൽ കണ്ടിട്ടുണ്ടോ? Acts chapter 2 verse 2. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2:2. And suddenly there came a sound from heaven. ആമേൻ. പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. Acts 16:26. അപ്പോസ്തല പ്രവൃത്തി 16:26. Suddenly there was an earthquake. പെട്ടെന്ന് ഭൂമി കുലുങ്ങുവാനിടയായി. And in Joel 2:25, യോവേലിന്റെ പ്രവചനം 2:25 I will restore to you the years that were swarming locusts has eaten. And suddenly ആമേൻ. പെട്ടെന്ന് ഞാൻ ആ സംവത്സരം God is able to shift every atmosphere. ആമേൻ. എല്ലാ അന്തരീക്ഷത്തെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകളെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് മാറ്റാൻ God പറ്റും. can transform and change around your life situation in a moment. ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise him for a moment? ജീവിതത്തിലെ കഠിന അവസ്ഥകളെ നിങ്ങളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നെ ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിന് മാറ്റാൻ പറ്റും. Amen. Your life is being dragged with these situations, but God can change it within a moment. 13 വർഷം കാരാഗ്രഹത്തിൽ കിടന്ന യോസഫിനെ ഒറ്റ നിമിഷം കൊണ്ട് ആ കോട്ട് മാറ്റിയിട്ട് ആ ഫറവോന്റെ ആ ദർബാറിലേക്ക് കൊണ്ടുവന്നത്. Amen. 13 long years in prison, but within a moment, his court was changed and brought into the palace. എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമേ? My God can do miracles. ചിലരെ ഇന്ന് വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ ഞാൻ. Amen. May I strengthen you in your faith ചിലരോട് for a കർത്താവിന്റെ moment. ആത്മാവിൽ സംസാരിക്കട്ടെ ഒന്ന്. Amen. To some of you, the Spirit is speaking. പക്ഷേ നിന്നെ പണിയുന്ന സമയത്ത് Amen. But when God is building you up, പണിയപ്പെടുവാൻ തയ്യാറാകണം. are you ready to be built up? നിന്റെ സ്വഭാവത്തെ അവൻ പണിയും. Amen. God is building your നിന്റെ character. സ്കിൽസിനെ അവൻ He പണിയും. is building your skills. നിന്റെ ട്രസ്റ്റിനെ അവൻ He പണിയും. is building your trust. നിന്റെ കുടുംബത്തെ അവൻ He is പണിയും. building your family. ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise him for a moment? ദൈവം നിന്നെ ഇവിടെ പിടിച്ച് നിർത്തുമ്പോൾ Amen. When God is placing you over ഒരു here, വിരൽ പോലും നിന്നെ ചൂണ്ടാൻ പറ്റാത്ത നിലവാരത്തിൽ നിന്നെ പണിഞ്ഞെടുത്ത് നല്ല മുത്താക്കി നിന്നെ നിർത്തുവാൻ എന്റെ ദൈവം ശക്തനായ Amen. ദൈവമാണ്. God can build you up and make you refined as fine gold, and no one can place a ഒരു question against you. ജോലിയിലേക്ക് ദൈവം നിന്നെ നിർത്തുമെങ്കിൽ And when God places you in a job, നല്ല പണിയിച്ച് നല്ല മുത്താക്കിയിട്ട് അവിടെ കൊണ്ട് എത്തിക്കും ദൈവം. Amen, He can refine you, make us fine gold, and place you there. ചില കുടുംബങ്ങളോട് ദൈവത്തെ ആത്മാ പറയട്ടെ, To certain families, let me tell you നിങ്ങളുടെ this. കുഞ്ഞുങ്ങളെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുക. Amen. God is building your children. അവരുടെ വഴികൾ തുറന്നില്ലെങ്കിലും Amen. Even if their ways are not അവരുടെ open. വാതിൽ അടഞ്ഞു പോയി തോന്നിയാൽ പോലും Amen. Even when you think that the doors are shut before ദൈവം them, അവരെ എവിടെയൊക്കെ oh, പണിഞ്ഞുകൊണ്ടിരിക്കുക. God is building up them somewhere. അവരുടെ രോഗം അവരുടെ ദോഷത്തിനല്ല. Amen. Their sickness is not for their ഏയ്, harm. അവരുടെ രോഗം അവരുടെ ദോഷത്തിനല്ല. Oh, their sickness is not to harm ഇന്ന് them. പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, Oh, this morning let me declare it. ഏറ്റവും വലിയ വിളിയുള്ളവന് Amen. The one who
has the greatest calling, ഏറ്റവും ഹെവി അനോയിന്റിംഗ് ഉള്ളവൻ, the one who has the greatest അവൻ anointing, ഏറ്റവും കൂടുതൽ പ്രതികൂലത്തിൽ കൂടി oh, കടന്നു they will പോകും. go through the greatest struggles. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Oh, can you just worship him? 3 മാസത്തിൽ ഡെത്ത് ബെഡിലായിരുന്നു ഞാൻ. Amen. 3 months I was on deathbed. അന്ന് അച്ചപ്പട്ടത്തിന് വേണ്ടി മർത്തോമേല എന്ന മാതാപിതാക്കൾ എന്നെ സമർപ്പിച്ചത്. My parents who were in Marthoma background, they segregated me for becoming a priest. 6ാം ക്ലാസ്സിൽ അന്ധനായി. Amen. In the 6th grade, I was blind. 6ാം ക്ലാസ് ഫെയിലായി. Amen. I failed in 6th grade. 7ഉം 8ഉം 9ഉം ഓറൽ എക്സാം എഴുതി. Amen. 7th, 8th, and 9th, I wrote oral exams. കണ്ണ് ഒരു സോഡാ കുപ്പിന്റെ ഗ്ലാസ്. അതാണ് ആദ്യം എന്റെ സുഹൃത്തിനോട് ചോദിച്ചാൽ മതി. Amen. If you ask my friend, he can testify. I used to wear big glasses. സോഡാ കുപ്പിന്റെ ഗ്ലാസ് ആയിരുന്നു. Amen. It was glasses with great power. ജീവിതത്തിൽ പല വർഷം നിരാശ തോന്നിയിട്ടുണ്ട്. I felt depressed many times. പഠിത്തത്തിൽ ഏറ്റവും മോശമായി. I was weak in my studies. 10th ക്ലാസ് പാസ് ആകുന്ന 49% കൊണ്ടാ. Just 49% I passed my 10th grade. ഏറ്റവും ഡീഗ്രേഡഡ് ആയിരുന്നു. Amen. I was the lowest grade. പക്ഷേ അവിടുന്ന് ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, Amen. But from there, if God has brought me thus അത്രയും far, പരാജയത്തെ ഒറ്റ നിമിഷം കൊണ്ട് ജയമാക്കി മാറ്റാമെങ്കിൽ, if God can turn around all my failures. ഇന്ന് 2 ഡോക്ടറേറ്റ് ഉണ്ട്, Amen. I have 2 doctorates today. 3 മാസ്റ്റേഴ്സ് ഉണ്ട്. 3 masters. ഇവിടെ വരെ എത്തിയത് ദൈവത്തിന്റെ കൃപയല്ലാതെ പറയാൻ ഒന്നുമില്ല. Amen. Till now, if I have reached, it is by the grace of ഒന്ന് God. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Oh, can പറ്റുമോ? we just praise Him this എന്റെ morning? ദൈവത്തിന് അവസ്ഥകൾക്ക് മാറ്റാൻ ഒറ്റ നിമിഷം മതി Amen. It കേട്ടോ. only takes a moment for God to നിന്റെ change your situation. രൂപത്തെയും ഭാവത്തെയും മാറ്റി നിന്നെ വിലേറിയ മുത്താക്കി മാറ്റുവാൻ എന്റെ ദൈവം കഴിവുള്ള My ദൈവമാണ്. God is able to transform you inside out and make you refined gold. ഒന്ന് And He's ദൈവത്തെ able to do സ്തുതിക്കാൻ it. പറ്റുമോ എന്ന്? Can we just praise ഒന്ന് Him? ദൈവത്തെ സ്തുതിക്കാൻ Can we പറ്റുമോ just എന്ന്? praise our God? ജൂരാബ ശംദനഗസ്യ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ നമ്മുടെ സഹോദരൻ ബ്ലസ്സനോട് പറഞ്ഞു. Amen. The other day I was speaking to Pastor Blesson. അദ്ദേഹത്തെ പറഞ്ഞു എന്റെ പ്ലേറ്റ്ലെറ്റ്സിന്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ Amen. പറഞ്ഞു. He was speaking with me about his platelets. നമ്മളൊക്കെ 5000 ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. Amen. He was telling me he has only 5,000 platelets. യേശുവിന്റെ നാമത്തിൽ പോയി ചെക്ക് And ചെയ്യാൻ. I told him in Jesus' name, go and ഞാൻ check. മടങ്ങി വന്നു, ചെക്ക് ചെയ്ത് മടങ്ങി വന്നു. And he went and checked and he came back. നോർമലിലേക്ക് എത്തിക്കഴിഞ്ഞു. And it has already reached a നമ്മുടെ ദൈവം normal ശക്തനാ. count. Oh my God is നമ്മുടെ a ദൈവം strong God. ശക്തനാ. My God is able to അത് do it. നോർമലായി മാറും. Amen. It will become അത് normal. നോർമലായി മാറും. Oh, it will become നമ്മുടെ normal. ദൈവം ആര്? Oh, who is our God? നമ്മുടെ ദൈവം ആര്? Who is our God? ഡ്രാഗ് ചെയ്തില്ലേ? Oh, he has done great ഡ്രാഗ് things. ചെയ്തില്ലേ? Amen. Haven't he dragged? വർഷങ്ങൾ ഡ്രാഗ് ചെയ്തില്ലേ? Haven't he taken years? വർഷങ്ങൾ ഡ്രാഗ് ചെയ്തില്ലേ? Haven't he taken years? അത് ക്രോണോസ് Amen. മൂവ്മെന്റ്. Those were chronos. ഇത് കൈറോസ് And മൂവ്മെന്റ്. this is your kairos ഇത് moment. കൈറോസ് മൂവ്മെന്റ്. This is kairos വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം If you ചെയ്തോന്ന്. believe it, can you ആ just കരങ്ങൾ worship him? തട്ടി അത്ഭുതം Put ദൈവത്തെ your hands സ്തുതിക്കാം. together and worship him. ശബ്ദലേ. ഇവിടെ ചിലർക്ക് കൈറോസ് മൂവ്മെന്റ് മാറും. കൈറോസ് മൂവ്മെന്റ് ആകട്ടെ. Kairos moment is moving. ചില കൈറോസ് മൂവ്മെന്റ് ഇവിടെ വരട്ടെ. Oh, let there be kairos ചില moment കൈറോസ് here. മൂവ്മെന്റ് വരട്ടെ. Oh, there are kairos ആത്മാവിൽ moment നിറഞ്ഞ here. ദൈവത്തെ സ്തുതിക്കാം. In the spirit of worship. ആത്മാവിൽ Amen. നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കാം. Oh, if your spirit ചില is spirit, can you ക്രോണോസ് worship? കൺവേർട്ട് ആകട്ടെ. Amen. Let your chronos be changed to ചില അടഞ്ഞ kairos. വാതിൽ തുറന്നു വരട്ടെ. Let shut doors be open. യേശുവിന്റെ നാമത്തിൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. In Jesus' ഇത്രയും name. നാൾ വെട്ടുകളി കഴിച്ചതും Amen. These years, whatever you've done, പിശാച് അപഹരിച്ചതും whatever the devil has ഇതാ subdued, കൈറോസ് മൊമെന്റില് oh, this is your kairos അത് moment. ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കിട്ടുന്നു. Amen. You're receiving it along ഒന്ന് with his സ്തോത്രം ചെയ്യാൻ interest. പറ്റുമോ? Amen. Can you just അതെന്റെ praise him? ദൈവമത്രേ. Amen. It is God who's doing ആരോടൊക്കെ it. ദൈവത്തിന് ആത്മാ സംസാരിക്കുന്നുണ്ട്. Amen. To some of you, God is നിന്റെ വഴികൾ speaking. ദൈവം തുറക്കുന്നു. God is opening your ഒന്ന് ways. വിശ്വസിക്കാൻ പറ്റുമോ? Can you just believe it? കരങ്ങൾ തട്ടി ഒരിക്കൽ കൂടി ദൈവത്തെ Put സ്തോത്രം your hands ചെയ്യാം. together and worship him for a moment. Hallelujah. വേഗത്തിൽ തീർക്കട്ടെ. Let me finish it really quick. കൈറോസ് മൊമെന്റ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. Amen. There is a speciality to this kairos moment. കൈറോസ് മൊമെന്റ് often arrives with destiny helpers. Amen. അത് ലക്ഷ്യ സഹായികളുമായിട്ടാണ് വരുന്നത്. Listen this very carefully. Amen. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ദൈവത്തിന് കൈറോസ് മൊമെന്റ് വരുമ്പോൾ Amen. When godly kairos moment comes, ദൈവത്തിന്റെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് അത് വായിക്കും. Amen. God sends his destiny helpers. ആ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നമ്മുടെ ഫ്രണ്ട് ആകണമെന്നൊന്നുമില്ല. Amen. Those destiny helpers should not necessarily be our friends. ഒരു എനിമി എടുത്ത് ഡെസ്റ്റിനി ഹെൽപ്പർ ആക്കാം. God can turn your enemies and make them your destiny helper. ഹലോ, Amen. നിങ്ങളെ ഏറ്റവും എതിർക്കുന്ന വ്യക്തിയായിരിക്കും ദൈവം ചിലപ്പം ഡെസ്റ്റിനി ഹെൽപ്പർ ആക്കി Amen. The മാറ്റുന്നത്. person who is opposing you the most will turn around and become your destiny helper. Amen. Amen. നിന്നെ ജയിലിൽ പിടിച്ചിടുത്തവൻ തന്നെ ചിലപ്പോൾ നിന്നെ ജയിലിൽ നിന്ന് The പുറത്തിറക്കും. one who threw you into prison will bring you back out of the prison as well. For Joseph, യോസെഫിന്റെ ജീവിതത്തിൽ when he was in prison, Amen, ഇതാ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ he thought my destiny helper will be this guy who will be saved and he will go back, he will help me. Amen, കാരാഗൃഹത്തിൽ എന്നോട് ഒപ്പമുള്ള ആ വ്യക്തിയായിരിക്കും എന്റെ ലക്ഷ്യ സഹായി, ഇത് പോയി എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചു. ഡെസ്റ്റിനി ഹെൽപ്പർ ചിലപ്പോൾ അറൗണ്ടിൽ തന്നെ കാണും. Amen, they will be around us. പക്ഷേ കൈറോസ് മൂവ്മെന്റ് വരാതെ
ഈ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Amen. Until your Kairos moment come, none of the destiny helpers can do anything അവരൊക്കെ for അവിടെ you. ഇവിടെയൊക്കെ ഇരിക്കും. They will be here and there. കൂടെ ഇങ്ങനെ ഇരിക്കും, ചിരിക്കും, They will be with you. They will laugh Praise with the Lord ഉം you. പറയും. They will say praise the Lord. എല്ലാം ചെയ്യും. They will do all sort of പക്ഷേ things. ഇവരുടെ കൈയൊക്കെ കെട്ടിക്കിടക്കുക. But their hands are tied. അതിന്റെ കാരണം എന്താ അറിയാമോ? I'll tell you the reason. കൈറോസ് മൊമെന്റ് വന്നിട്ടില്ല. Because the Kairos moment has not yet come. കൈറോസ് മൊമെന്റ് വരുമ്പോഴല്ലേ But the moment when Kairos moment comes, രാജാവിനെ ഇളക്കണമെങ്കിൽ ദൈവം രാജാവിനെ ഇളക്കും. Amen, even if he has to shift the heart of the king, he will do it. രാജാവിന്റെ ഉറക്കം കെടുത്തി അവന് ഡ്രീം കൊടുക്കണമെങ്കിൽ എന്റെ ദൈവം അവന് ഡ്രീം If കൊടുക്കും. God has to awaken the king and give a dream, he will surely do it. നിങ്ങളുടെ വിഷയത്തിൽ ചിലർക്ക് ദൈവം ഡ്രീം കൊടുക്കുന്നുണ്ട്. Amen. God is doing it for some നിങ്ങളുടെ of you. വിഷയത്തിൽ ദൈവം ആരോടൊക്കെ Oh, സംസാരിക്കും. God is speaking to some of you. ഒന്ന് Some of the വിശ്വസിക്കാൻ people for you. പറ്റുമോ എന്ന്? Can we just believe it this ദൈവ morning? വചനം ഒന്ന് വിശ്വസിക്കാൻ Can പറ്റുമോ? you believe the word of God? എന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ How സ്തോത്രം many of you ചെയ്തു. believe that God is working through the word of God through me? ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്. Oh, God is speaking to some of them. എന്നോട് ദൈവത്തെ ആത്മാവ് സംസാരിച്ചു. Amen. The Spirit spoke to me. ഭാരപ്പെടണ്ട, Do not be worried. ഞാൻ നിന്റെ ദൈവമത്രേ. I am your God. ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഒക്കെ ദൈവം കൊണ്ടുവരും കേട്ടോ. Amen. ലക്ഷ്യ സഹായികളെ ദൈവം കൊണ്ടുവരും. തക്ക സമയത്ത് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം At കൊണ്ടുവരും. the right time, God will bring those destiny helpers. നിങ്ങൾ നോക്കിക്കോ, എല്ലാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും Look into Old Testament and the New Testament. ഓരോ വ്യക്തിയുടെ കൈറോസ് മൊമെന്റ് വന്നപ്പോൾ Amen. In each of their life, when the Kairos moment came, destiny helpers are right. Amen. അവിടെ ലക്ഷ്യ സഹായികൾ വരുവാനിടയായി. But there is a catch, and listen this carefully, everybody. If you have not listened yet, listen this carefully. Amen. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വളരെ ശ്രദ്ധയോടിരിക്കുക. Before destiny helpers comes, ലക്ഷ്യ സഹായികൾ വരുന്നതിന് മുമ്പ് തന്നെ you will have destiny killers. ലക്ഷ്യത്തെ കൊല്ലുന്നവർ നിങ്ങളെ അഭിമുഖീകരിക്കും. Take every case. Amen. എല്ലാ കേസും നോക്കിക്കേ. Who was the destiny killer for Joseph? യോസേഫിന് തന്നെ ലക്ഷ്യത്തെ കൊല്ലുന്നവരാരൊക്കെയായിരുന്നു? Potiphar's wife. പോത്തിഫറിന്റെ ഭാര്യ. Now listen very carefully. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. You will always see some destiny killers around you, beside you, stick to you in your families. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളോടൊപ്പം ഇരിക്കുന്ന നിങ്ങളുടെ ചുറ്റുപാട് എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവർ നിങ്ങളോടൊപ്പമുണ്ട്. Run away from destiny killers to get to the destiny helpers. ആമേൻ. നിങ്ങളുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവരിൽ നിന്നും അതിവേഗത്തിൽ ഓടിപ്പോയി ലക്ഷ്യ സഹായികളോടൊപ്പമായിരിക്കുക. And listen this carefully. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. If you keep on holding to that destiny killers, ആമേൻ. നിങ്ങളുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവരിൽ നിങ്ങൾ കരം പിടിച്ചു നടന്നു you കഴിഞ്ഞാൽ are dragging your kairos moment. നിങ്ങളുടെ കൈറോസ് നിമിഷം നിങ്ങൾ തന്നെ വലിച്ചു നീട്ടുകയാണ്. You are dragging your kairos moment. നിങ്ങളുടെ കൈറോസ് നിമിഷം നിങ്ങൾ തന്നെ വലിച്ചു നീട്ടുകയാണ്. How you know that there is a destiny killer? എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും എന്റെ ലക്ഷ്യത്തെ കൊല്ലുന്നവരുണ്ടെന്ന്? For example, if you're working in a place, നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുവാണെങ്കിൽ there may be some friends who will not allow you to be promoted in your job. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പ്രൊമോഷൻ ലഭിക്കുവാൻ ചില സുഹൃത്തുക്കൾ അനുവദിക്കുന്നില്ല. They will be your friend. അവർ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും. They will get all advance, അവർ എല്ലാ അഡ്വാൻറ്റേജും എടുക്കും. but they will try to pull you down. പക്ഷെ നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുവാനിടയാകും. Put negative thoughts about the company. ആമേൻ. കമ്പനിയെ കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയും. Put negative thoughts about the manager. ആമേൻ. മാനേജറിനെ കുറിച്ച് മോശമായ കാര്യം പറയും. Always negative. എപ്പോഴും നെഗറ്റീവ് And കാര്യങ്ങൾ. because of this negativity, you will have a bitterness in your company. ആമേൻ. ഈ നെഗറ്റിവിറ്റി കേട്ട് കേട്ട് ആ കമ്പനിയോട് തന്നെ നമുക്ക് നീരസം തോന്നും. And then that person will kill your destiny. ആമേൻ. അങ്ങനെ ആ വ്യക്തി നമ്മുടെ ലക്ഷ്യം തന്നെ കൊന്നുകളയും. Same thing in your church. അതുപോലെ തന്നെയാണ് സഭയിലും. God brought you to this church ദൈവം നിങ്ങളെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നു. not to be bench warmers, ആമേൻ. ഇവിടെ ഇരിപ്പിടങ്ങൾ ചൂടാക്കുവാൻ വേണ്ടിയല്ല. not to be the chair warmers. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ ചൂടാക്കി പോകുവാൻ. By this time you should have gone somewhere really on top. ഈ നിമിഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെയോ എത്തിച്ചേരേണ്ടവരാണ്. But someone who is a destiny killer is holding you. പക്ഷേ എവിടെയോ നിങ്ങളുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവർ നിങ്ങളെ താഴ്ത്തി They will കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. hold you and will put all kind of bitterness, all kind of things in your heart. ഒരുപാട് ഞെരുക്കുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. You want to go up, നിങ്ങൾക്ക് ഉന്നതയിലേക്ക് പോകണം ആഗ്രഹമുണ്ട്. as long as you hold this destiny killer, പക്ഷെ ലക്ഷ്യം കൊല്ലുന്നവരുടെ കരം as പിടിച്ചിരിക്കുന്നോടക്കാലം, long as you entertain this negativity, ഇവരെ എന്റർടൈൻ ചെയ്യുന്നോടക്കാലം, you will not see the kairos moment. ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന കൈറോസ് നിമിഷം നിങ്ങൾ കാണുകയില്ല. Identify the destiny killers ആമേൻ. ഈ ലക്ഷ്യം കൊല്ലുന്നവരെ തിരിച്ചറിയുക. in your family. കുടുംബത്തിൽ There may be some destiny killers in family. ആമേൻ. കുടുംബത്തിലും അപ്രകാരമുണ്ട്. In your family, God has appointed you to be a blessing in the whole family. ആമേൻ. നിങ്ങളെ ഒരു കുടുംബത്തിൽ ആക്കിയിരിക്കുന്നത് ആ കുടുംബത്തിന് മുഴുവനായ അനുഗ്രഹമാകുവാനാണ്. Now, listen, church, you should be very careful about it. ആമേൻ. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. When God appoints you in a family, ഒരു കുടുംബത്തിൽ ദൈവം നിങ്ങളെ ആക്കുമ്പോൾ it's not just
मैं मेरी बीवी और मेरा बच्चा. ആമേൻ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുമല്ല. No. ഒരിക്കലുമല്ല. It is for the whole clan. ആമേൻ അത് ആ മുഴു കുടുംബത്തിനാണ്. God bless you for a whole clan. ആമേൻ ആ മുഴു കുടുംബത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ There will ആക്കിയിരിക്കുന്നത്. be someone in your family, ആമേൻ ഒരു വ്യക്തി കാണും നിങ്ങളുടെ കുടുംബത്തിൽ. either wife or husband. അത് ഭാര്യയാകാം ഭർത്താവാകാം. Yeah. അച്ഛനൊന്നും അവൻ പറയണ്ട. അച്ഛൻ അവന് പോകേ വേണ്ട. ആമേൻ darling, you don't have to go. അച്ഛൻ അവനോട് സംസാരിക്കും. നമ്മുടെ കാര്യം. You don't have to talk. We and our matters. ഡെസ്റ്റിനി കില്ലർ. നമ്മുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവരാണ്. അതുപോലായിരിക്കും വേറെ ചില ഭർത്താക്കന്മാർ. ആമേൻ some husbands are like. നമ്മളിപ്പോ മാറി, നമ്മളെ നിന്റെ കുടുംബം അവരൊക്കെ അവരുടെ കുടുംബം. We are now changed their family. നമുക്ക് അതുമായിട്ട് ഒരു ബന്ധവും. We have no connection with them. ഡെസ്റ്റിനി കില്ലർ. നമ്മുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവരാണ്. You know what? God has blessed you to be a blessing for the whole family. ആമേൻ ദൈവം നിങ്ങളെ ഒരു കുടുംബത്തിലാക്കിയിരിക്കുന്ന ആ മുഴു കുടുംബത്തിനും ഒരു അനുഗ്രഹമാകുവാനാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാർക്ക് അനുഗ്രഹമായില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്കായിട്ട് കാര്യമില്ല. I mean, if you're not a blessing for your brethren, then how can you be then there's no point in being a blessing for the community. Destiny killers are always around. നമ്മുടെ ചുറ്റും എപ്പോഴും ലക്ഷ്യം കൊല്ലുന്നവരുണ്ട്. Run away from destiny killers. അവരിൽ നിന്ന് അതിവേഗത്തിൽ ഓടിപ്പോകുക. Kill the destiny killers. ആമേൻ ഈ ലക്ഷ്യം കൊല്ലുന്നവരെ കൊന്നുകളയുക. And then the destiny helpers. അപ്പോഴാണ് ലക്ഷ്യ സഹായികളെ വരുന്നത്. So when Joseph was able to run away from Potiphar's wife, പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, even though had some bad ആമേൻ experiences, തനിക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ but in ഉണ്ടായിരുന്നെങ്കിലും Kairos moment, പക്ഷേ കൈറോസ് നിമിഷം വന്നപ്പോൾ God sent some destiny helpers. ആമേൻ ലക്ഷ്യ സഹായികളെ ദൈവം അയക്കുവാനിടയായി. Can you believe some God is going to send some destiny ആമേൻ ചില helpers? ലക്ഷ്യ സഹായികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കുമെന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? God can send angels, ആമേൻ ദൈവത്തിന് തന്നെ ദൂതന്മാരെ അയക്കാം. but many times God sends these angels. പക്ഷേ ദൈവം ഇപ്രകാരമുള്ള ദൂതന്മാരെയാണ് അയക്കുന്നത്. ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ Can we പറ്റുമോ? just praise God? ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ Can we just പറ്റുമോ? take a moment to praise ഇന്ന് God? ചിലരെ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് നിങ്ങൾ കാണുമ്പോൾ Amen. When you see some of your destiny helpers today, എപ്പോഴും ഓർത്തോണം. I always remember this. That destiny helpers will help you. They are not giving you the destiny. They will help you to get to that place which God has promised. അവർ നമുക്ക് ലക്ഷ്യം തരികയല്ല, പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് ദൈവിക ലക്ഷ്യത്തിലേക്ക് വാഗ്ദത്തത്തിലേക്ക് സഹായിക്കുകയാണ് എത്തുവാൻ. When David has to become the king, ആമേൻ ദാവീദ് രാജാവാകേണ്ട സമയത്ത് he has to be away from the destiny killer Saul. ആമേൻ ശൗൽ എന്ന തന്റെ ലക്ഷ്യം കൊല്ലുന്ന വ്യക്തിയിൽ നിന്ന് മാറേണ്ടത് ആവശ്യമായിരുന്നു. It had to. ആമേൻ ചെയ്യേണ്ടതായിരുന്നു. Unfortunately, Samson could not kill his destiny killer. ആമേൻ ശിംശോന് തന്റെ ആ ലക്ഷ്യം കൊല്ലുന്ന വ്യക്തിയെ കൊന്നുകളയുവാൻ കഴിഞ്ഞില്ല. ഓ പുള്ളി പോയി മടിയും കൊടുത്തു, തലയും കൊടുത്തു. He went and laid on her lap. അതുകൊണ്ട് ഈ തല കൊടുത്ത് മടിക്കാത്ത സഞ്ചരിക്കുന്ന ആമേൻ എല്ലാം ഒന്ന് എഴുന്നേറ്റെന്ന് മാറുന്ന നല്ലതായിരിക്കും. Amen. So it is high time that you lift your head from every other bosoms and to look for those destiny killers. ഡെസ്റ്റിനി കില്ലർ ആണ് ഓർത്തോണത്. Amen. Remember those are നീ destiny killers. പ്രാപിക്കേണ്ട നന്മകൾ ചോർത്തി കളയുന്ന കില്ലർ ഇത്. Amen. Those are killers that would take away your blessing. ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കേണ്ടതാ. Amen. There are moments that God is going to use you. ദൈവസഭയ്ക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി നിൽക്കേണ്ടതാ. Amen. You're going to be a blessing for the church. കുടുംബങ്ങൾക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി For നിൽക്കേണ്ടതാ. families, you're called to be a blessing. ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? Amen. Can you just identify അല്പനേരം it? ദൈവത്തെ സ്തോത്രം Can ചെയ്യാൻ you just take പറ്റുമോ? a moment and praise God? ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറഞ്ഞോട്ടെ. Let me tell one major important thing. And this is most important thing. Negativity can block Kairos moment. Amen. Negativity ഈ കൈറോസ് നിമിഷത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിയും. ശ്രദ്ധിച്ചോ? Listen. Negativity. All negativity. It can kill your Kairos moment. അത് നമ്മുടെ കൈറോസ് നിമിഷത്തെ കൊന്നുകളയാൻ കഴിയും. I will tell you two examples. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. Israel people, they came to the promised land. ഇസ്രായേൽ ജനം അവർ വാഗ്ദത്ത നാട്ടിലെത്തി. Oh, we went into the promised land. വാഗ്ദത്ത നാട്ടിലേക്ക് കാൽ ചുവട് വെച്ചു. We saw everything. എല്ലാം കണ്ടു. Promise is good. ആമേൻ വാഗ്ദത്തം നല്ലതാണ്. And everything is good. എല്ലാം നല്ലതാണ്. But we cannot do it. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. Oh, they are giants. അവർ മല്ലന്മാരാണ്. They were at the brim of their destiny. അവരുടെ ലക്ഷ്യത്തിന്റെ വക്കോളം എത്തി. Got the destiny helpers also. ആമേൻ അവർക്ക് ആ ലക്ഷ്യ സഹായികളെ ലഭിച്ചു. But one negativity പക്ഷേ ഒരു നെഗറ്റീവ് ചിന്ത made them to wander for 40 more years. അത് അടുത്ത 40 വർഷം മരുഭൂമിയിൽ ഉഴഞ്ഞു നടക്കുവാനിടയാക്കി. One negativity. ഒരു നെഗറ്റീവ് ചിന്തയായിരുന്നു. So let me tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു do പറയട്ടെ. not cater negativity. ആമേൻ ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. Second example. രണ്ടാമത്തെ ഉദാഹരണം. Priest Zechariah. ആമേൻ സക്രിയ പുരോഹിതൻ. Angels came and said, Zechariah, ആമേൻ ദൂതന്മാർ വന്ന് പറഞ്ഞു, സക്രിയാവേ, your wife is going to be pregnant. നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആകാൻ പോകുകയാണ്. She is going to bring a child. ഒരു സന്തതി ജനിക്കാൻ പോകുകയാണ്. Zechariah said, what? ആമേൻ സക്രിയ പറഞ്ഞു, എന്ത്? What? എന്ത്? No. ഒരിക്കലുമില്ല. I am old. ഞാൻ വൃദ്ധനായിരിക്കുകയാണ്. My wife is old. എന്റെ ഭാര്യ വൃദ്ധയായിരിക്കുകയാണ്. You
You were praying for this. ആമേൻ, അങ്ങ് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? For so many years you prayed. ഇത്രയും നാളും From the പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? very young age you were praying. ആമേൻ, യൗവനകാലം മുതൽ And then പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? saying, what are you saying? ഇപ്പോൾ എന്താണ് ഈ പറയുന്നത്? No, I cannot handle. ആമേൻ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. You know what Lord did? എന്താ ദൈവം ചെയ്തതെന്നറിയാമോ? It was the Kairos moment. അത് തന്റെ കൈറോസ് നിമിഷമായിരുന്നു. Zipped his mouth. ആമേൻ, സക്കറിയാവിന്റെ നാവിനെ അടക്കുവാനിടയായി. Stop saying something. ആമേൻ, ഇനി ഒന്നും പറയാതെ തന്റെ നാവിനെ Until the അടക്കുകയാണ്. Kairos moment comes, you will not talk. ആമേൻ, ഇനി ആ നിമിഷം വരുന്നിടത്തോളം അങ്ങ് Can I സംസാരിക്കുകയില്ല. speak to somebody here? ഇന്നായിരിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, In your Kairos moment, നിങ്ങളുടെ കൈറോസ് നിമിഷത്തിൽ please don't say negative. ആമേൻ, ഒരിക്കലും ഒരു നെഗറ്റീവ് വാക്കും ഇനി പറയാതെ, പറയല്ലേ ആമേൻ, don't even utter a ഒന്ന് negative word. സമർപ്പിക്കാൻ പറ്റുമോ? Can we just submit എല്ലാ ourselves? നെഗറ്റിവിറ്റി ഒന്ന് മാറ്റാൻ Can we പറ്റുമോ? just take away all എല്ലാ negativity? നെഗറ്റിവിറ്റി മാറ്റാൻ പറ്റുമോ? Every negativity. And you know what is the biggest Kairos? ആമേൻ, ഏറ്റവും വലിയ കൈറോസ് എന്താണെന്ന് The അറിയാമോ? biggest Kairos is the salvation moment. ആമേൻ, അത് രക്ഷയുടെ നിമിഷമാണ് The ഏറ്റവും വലിയ കൈറോസ്. biggest supreme Kairos. ആമേൻ, ഏറ്റവും ഉന്നതമായ കൈറോസ് Supreme നിമിഷം. Kairos is Jesus in our life. ആമേൻ, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതാണ്. Jesus in our life. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതാണ്. Calvary cross for us. ആ കാൽവറി ക്രൂശാണ്. His death for us. ആ കാൽവറി ക്രൂശിലെ മരണമാണ്. In his time, ആ തന്റെ നിമിഷത്തിൽ he changed the seasons. ആമേൻ, സകല കാലഘട്ടവും He changed the മാറ്റുവാനിടയായി. seasons. സകല കാലഘട്ടവും How many മാറ്റുവാനിടയായി. of you are ready for from Chronos moment to Kairos moment? ആമേൻ, എത്ര പേര് ഇന്ന് ആഗ്രഹിക്കുന്നു ചില ക്രോണോസ് നിമിഷ കൈറോസ് In your ആകുവാൻ? waiting period, would you allow Holy Spirit to work on you? നിങ്ങളുടെ കാത്തിരിപ്പെന്ന നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? Your Kairos moment is right here. ആമേൻ, നിങ്ങളുടെ കൈറോസ് നിമിഷം ഇപ്പോൾ തന്നെയാണ്. Sometimes you are already there ആമേൻ, ചിലപ്പോഴൊക്കെ നിങ്ങൾ അതിന്റെ വക്കോളം എത്തി. because of holding some some killers, some destiny killers. ആമേൻ, നിങ്ങളുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവരെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. Just because of some negativity, ചില നെഗറ്റീവ് കാരണം you are മുഖാന്തരം not able to get into that. നിങ്ങൾക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ This കഴിയുന്നില്ല. is the voice of the Lord. ആമേൻ, ഇത് ദൈവിക ശബ്ദമാണ്. This is the voice of the ഇത് Lord. ദൈവിക ശബ്ദമാണ്. And I want to tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, God is about to do great ആമേൻ, things. ദൈവം ചില വലിയവ ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടോ? If you believe it, In his time, ദൈവിക സമയത്ത്, on his time, ദൈവിക he will സമയത്ത് do great things. ദൈവം വലിയവ ചെയ്യും. I want somebody to respond to this. ഇതിന് എത്ര പേര് പ്രതികരിക്കുവാൻ Would you lift your തയ്യാറാണ്? hands and respond to ആ this? വിശുദ്ധ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് Would you ഉയർത്തി rise up where you are? ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? God can accelerate it. ദൈവത്തിന് അതിനെ വേഗത കൂട്ടുവാൻ God കഴിയും. can restore your time. ദൈവത്തിന് സമയത്തെ വീണ്ടെടുക്കുവാൻ കഴിയും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില നിമിഷങ്ങളെ അവൻ പൂർണ്ണമായി നിനക്ക് വേണ്ടി മാറ്റി ഏറ്റവും വലിയ ബ്ലെസ്സഡ് അനുഭവമാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണ്. The times that you have lost can be turned around and be restored back to you to make it a greater blessing in your അത് life. കുടുംബത്തിലായിക്കോട്ടെ, Let it be in your family. അത് Let it be കരിയറിലായിക്കോട്ടെ, in your career. അത് Let പണത്തിലായിക്കോട്ടെ. it be in your finance. Hallelujah. Amen. Also remember, Amen. ഒരു കാര്യം കൂടി ഓർക്കുക. sometimes when God is blessing you, ചില സമയത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, God is blessing you, ദൈവം നിങ്ങളെ and അനുഗ്രഹിക്കുമ്പോൾ, you suddenly see something has been stuck down. ആമേൻ, ചില കാര്യങ്ങൾ താമസപ്പെട്ടു You പോകുകയാണ്. are not able to cross the boundary. അതിനെ അതിജീവിച്ചു പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. Check if there are some destiny killers that is surrounding you. ആമേൻ, ഒന്ന് പരിശോധിച്ചു നോക്ക് നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്ന കൊല്ലുന്നവരുണ്ടോ എന്ന്. Who are these destiny killers? ആരാണ് ഈ തടസ്സപ്പെടുത്തുന്ന കൊല്ലുന്നവർ? Who deviates you from the vision? ആമേൻ, ദർശനത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റി Who മാറ്റുന്നവർ. deviates you from the love of God? ആമേൻ, ദൈവ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ വഴി Who മാറ്റുന്നവർ. deviates you from your commitment? ആമേൻ, നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങളെ മാറ്റുന്നവർ. Who deviates you from godly love? ആമേൻ, ദൈവിക സ്നേഹത്തിൽ നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ. All those are destiny killers. അവരെല്ലാരും നിങ്ങളുടെ ലക്ഷ്യത്തെ കൊല്ലുന്നവരാണ്. How many of you would surrender today? എത്ര പേര് ഇന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാൻ Lord, തയ്യാറാണ്? I commit myself. Every eyes to be closed.